രാഹുൽ ഗാന്ധിക്ക് നെഞ്ചിൽ വെടികൊള്ളുമെന്നതിൽ സംശയമില്ല എന്ന കൊലവിളി പരാമർശത്തിൽ വിവാദ പർവം കയറിയ പ്രിന്റു മഹാദേവ് ഒടുവിൽ അല്പം മുമ്പ് പോലീസിന് കീഴടങ്ങി. പേരാമംഗലം പോലീസ് സ്റ്റേഷനിലാണ് പ്രിന്റു ഹാജരായത്. രാവിലെ തൃശൂരിലെ BJP പ്രവർത്തകരുടെ അടക്കം വീടുകളിൽ പോലീസ് തെരച്ചിൽ നടത്തിയിരുന്നു. പ്രിന്റുവിനെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കും. ഇന്ന് നിയമസഭയിലടക്കം വലിയ ബഹളത്തിന് കാരണമായ വിവാദം എവിടെ തുടങ്ങി, എങ്ങനെ വലുതായി, എവിടെ എത്തി നിൽക്കുന്നു? BJP ന്യായീകരിക്കും പോലെ പ്രിന്റു മഹാദേവിൻ്റേത് വെറും നാക്കുപിഴയാണോ? വിവരങ്ങളുമായി ഗൗതം ആമ്രകുഞ്ചം ആദ്യം ചേരും. അതിനുശേഷം നമുക്ക് ചർച്ചകളിലേക്കും മറ്റും കടക്കാം. ഗൗതം, ഇപ്പോൾ അല്പം മുമ്പാണ് പ്രിന്റു മഹാദേവ് കീഴടങ്ങിയത്. ഇന്ന് നിയമസഭയിലടക്കം വലിയ പ്രശ്നത്തിനും മറ്റും കാരണമായിരുന്നു. സംസ്ഥാനത്താകെ രാഷ്ട്രീയ ചർച്ച ഏറ്റവും പ്രധാനപ്പെട്ടത് ഇത് കേന്ദ്രീകരിച്ചാണ്. ഒടുവിലത്തെ വിവരങ്ങൾ എന്താണ്? സനീഷ്, ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരമനുസരിച്ച് പ്രവർത്തകരോടൊപ്പം പേരാമംഗലം പോലീസ് സ്റ്റേഷനിലാണ് പ്രിന്റു കീഴടങ്ങിയിരിക്കുന്നത്. ഇന്ന് പകൽ തന്നെ പ്രിന്റുവിന് വേണ്ടിയിട്ടുള്ള ഒരു തെരച്ചിൽ വ്യാപകമായി തന്നെ BJP നേതാക്കൾ, പ്രത്യേകിച്ച് സംസ്ഥാന സമിതി അംഗമായിട്ടുള്ള സുരേഷ് ഐനിക്കുന്നത്തിൻ്റെ ഉൾപ്പെടെ വീടുകളിൽ പോലീസ് നടത്തിയിരുന്നു. ഈ വിഷയത്തിനകത്ത് പോലീസ് കൃത്യമായ നിലപാട് സ്വീകരിക്കേണ്ടതിൻ്റെ അനിവാര്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് വലിയ വ്യാപകമായ തെരച്ചിൽ തന്നെ BJP നേതാക്കളുടെ വീടുകളിൽ ഉൾപ്പെടെ നടത്തിയത്. സ്വകാര്യ ചാനലിലെ പരിപാടിക്കിടെയാണ്, അതായത് ചർച്ചകൾക്കിടെയാണ് പ്രിന്റു ഇത്തരത്തിലൊരു പരാമർശം നടത്തുന്നത്. ആ പരാമർശത്തിന് പിന്നാലെ വലിയ പ്രതിഷേധം കോൺഗ്രസ് ഉയർത്തിയിരുന്നു. രാജ്യത്തെമ്പാടും രാഹുൽ ഗാന്ധിക്കെതിരെ നടക്കുന്ന വിവിധ തരത്തിലുള്ള പ്രകോപനപരമായ പ്രസംഗങ്ങളും അതോടൊപ്പം തന്നെ വെല്ലുവിളികളും ഒക്കെയുണ്ട്. ഈ സാഹചര്യത്തിൽ കേരളത്തിലും ഒരു BJP നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ സമാനമായ രീതിയിലുള്ള ഒരു പ്രസംഗം അല്ലെങ്കിൽ ഒരു പരാമർശം നടത്തിയിട്ട് അതിൽ യാതൊരു തരത്തിലുള്ള നടപടികളിലേക്കും പോകുന്നില്ല എന്നുള്ളൊരു വിമർശനം പ്രതിപക്ഷം നിയമസഭയിൽ ഉൾപ്പെടെ ഉയർത്താൻ ശ്രമിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇന്നിപ്പോൾ വൈകുന്നേരത്തോടു കൂടി പ്രിന്റു ഹാജരാകുന്നത്. ഇതിൽ BJP കാണുന്നത് രാഹുലിനെതിരായിട്ടുള്ള ഒരു പരാമർശം നടത്തിയതിൽ ഒരു BJP നേതാവിനെ പോലീസ് തേടുന്നു, അയാൾ ഒളിവിലാണ് എന്ന് തുടങ്ങിയ വാർത്തകൾ പുറത്തു വരുമ്പോഴുണ്ടാകുന്ന ദേശീയ തലത്തിൽ തന്നെ സൃഷ്ടിക്കുന്ന മറ്റൊരു തരത്തിലുള്ള ഇമ്പാക്റ്റ് ഒഴിവാക്കുക. അതോടൊപ്പം തന്നെ സംഭവിച്ചത് നാക്കുപിഴയാണെന്ന് നേരത്തെ തന്നെ ഗോപാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ള തൃശ്ശൂരിലെ തന്നെ മുതിർന്ന നേതാക്കൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണങ്ങൾ നടത്തിയിരുന്നു. അപ്പോൾ ഇതിന് വലിയ വിവാദങ്ങൾക്ക് അല്ലെങ്കിൽ വലിയ ചർച്ചകളിലേക്ക് വഴിവെക്കാതെ പ്രശ്നം ഏറ്റവും പെട്ടെന്ന് അവസാനിപ്പിക്കുന്നതിനുള്ളൊരു നീക്കം എന്ന നിലയിലാണ് ഇപ്പോൾ BJP തന്നെ പ്രിന്റുവിനോട് ഹാജരാകാൻ ആവശ്യപ്പെട്ടതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും പ്രിന്റു ഇപ്പോൾ പേരാമംഗലം പോലീസ് സ്റ്റേഷനിലാണ് ഉള്ളത്. മറ്റ് നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷം മജിസ്ട്രേറ്റ് കോടതിക്ക് മുന്നിൽ ഹാജരാക്കും. അതോടൊപ്പം തന്നെ കലാപ ആഹ്വാനം, സമൂഹത്തിൽ വിദ്വേഷം ഉണ്ടാക്കാനുള്ള ശ്രമം, ഒപ്പം കൊലവിളി പ്രസംഗം തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയിട്ടാണ് പ്രിന്റുവിനെതിരെ കേസെടുത്തിരിക്കുന്നത്. KSUവിൻ്റെ ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂർ നൽകിയ പരാതിയിലാണ് ഈ നടപടി ഉണ്ടായിരിക്കുന്നത്. എന്തായാലും നിയമപരമായിട്ടുള്ള നടപടികൾ തുടർന്നു പോകും. പക്ഷേ രാഷ്ട്രീയ വിവാദം അവസാനിപ്പിക്കാൻ ഒരുപക്ഷെ കോൺഗ്രസ് തയ്യാറായേക്കില്ല എന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രതിഷേധം ശക്തമാക്കാനാണ് തീരുമാനം. ശരി, നന്ദി ഗൗതമ. വിവരങ്ങൾക്ക് നമുക്ക് മറ്റു വാർത്തകൾ കൂടെ, മറ്റ് കാര്യങ്ങൾ കൂടെ ഇന്നത്തേത് പരിശോധിക്കാം. സൈബർ ഇടത്തിലും വലിയ പോരാണ് ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. പ്രിന്റു മഹാദേവിനെ ചൊല്ലി സൈബർ ഇടത്തിൽ ഏറ്റുമുട്ടുകയാണ് കോൺഗ്രസ് BJP അനുകൂലികൾ. ഈ സമയങ്ങളിലൊക്കെ പ്രിന്റു മഹാദേവിനെ BJPയിൽ നിന്ന് പുറത്താക്കണമെന്ന് കോൺഗ്രസ് ഇതിനകം ഔദ്യോഗികമായിട്ട് ആവശ്യപ്പെട്ട് കഴിഞ്ഞു. പ്രിന്റുവിനെതിരെ പോലീസ് കേസെടുക്കാൻ വൈകി എന്ന ആക്ഷേപം ഇടതുപക്ഷ സർക്കാരിനെതിരെയും അവർ ഉന്നയിക്കുന്നു. പോലീസ് നടപടി വൈകാൻ കാരണം CPIM BJP ബന്ധമാണെന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. രാഹുൽ ഗാന്ധിക്കെതിരായ പരാമർശത്തിൽ BJP പിന്തുണച്ചില്ല എന്നാണ് പ്രിന്റു മഹാദേവിൻ്റെ ഒരു തോന്നൽ. പ്രിന്റുവിൻ്റെ വിമർശനം BJP പാനലിസ്റ്റ് ഗ്രൂപ്പിലാണ്. പാർട്ടി പിന്തുണ ഇല്ലാത്തതിൽ നിരാശയുണ്ട് പ്രിന്റുവിന്. പാർട്ടി ശക്തമായി പ്രതിരോധിക്കണമെന്ന് പാനലിസ്റ്റ് ഗ്രൂപ്പിൽ ശങ്കുട്ടി ദാസ് ആവശ്യപ്പെട്ടു എന്നാണ് അറിയുന്നത്. പ്രിന്റുവിനെ പിന്തുണച്ച് ഫേസ്ബുക്ക് പോസ്റ്റുമായി BJP നേതാവ് യുവരാജ് ഗോകുലും രംഗത്തെത്തിയിട്ടുണ്ട്. വിവാദ പരാമർശം, ലഡാക്ക് പ്രതിഷേധങ്ങളെക്കുറിച്ച് സ്വകാര്യ ചാനലിൽ നടന്ന ചർച്ചയിലാണ് ഉണ്ടായത്. പ്രിന്റ് പറഞ്ഞത് ബംഗ്ലാദേശിലേതുപോലെ ജനങ്ങൾ സർക്കാരിന് ഒപ്പമല്ലാത്ത സാഹചര്യമല്ല ലഡാക്കിലേത് എന്ന് പറഞ്ഞതിന് ശേഷം ഇന്ത്യയിൽ ജനങ്ങൾ നരേന്ദ്രമോദി സർക്കാരിനൊപ്പം ശക്തമായി നിലകൊള്ളുന്നു എന്ന വാചകം കൂടെ പറഞ്ഞതിന് ശേഷം രാഹുലിന് അത്തരമൊരാഗ്രഹമുണ്ടെങ്കിൽ നെഞ്ചിൽ വെടിയേൽക്കുമെന്നതിൽ സംശയമില്ല എന്ന അങ്ങേയറ്റം അപലപനീയമായ പ്രസ്താവന പ്രിന്റു നടത്തുകയായിരുന്നു. വധഭീഷണിയിൽ സഭ നിർത്തിവെച്ച് ചർച്ചയെന്ന പ്രതിപക്ഷ ആവശ്യം സ്പീക്കർ നിയമസഭയിൽ അംഗീകരിച്ചില്ല. അടിയന്തര പ്രമേയ നോട്ടീസിന് പ്രാധാന്യമില്ല എന്ന് സ്പീക്കർ പറഞ്ഞു. സഭയിൽ പ്രതിപക്ഷ പ്രതിഷേധം അതേ തുടർന്നുണ്ടായി. ഇതുവരെ ഒന്നും ചെയ്തില്ല എന്ന കുറ്റബോധമാണ് പ്രതിപക്ഷത്തിനെന്ന് മന്ത്രി P. രാജീവ് അവിടെ പറഞ്ഞു. കേന്ദ്ര ഏജൻസികളെ ഭയന്ന് ജീവിക്കുന്ന മുഖ്യമന്ത്രിയാണ് കേരളത്തിലേത് എന്ന് പ്രതിപക്ഷ നേതാവ് ഇക്കാര്യത്തിൽ സർക്കാരിനെ വിമർശിച്ചു. സനാതന ധർമ്മ വിവാദത്തിൽ ഉദയനിധി സ്റ്റാലിനെതിരെ വധഭീഷണി BJPക്കാർ ഉയർത്തിയിരുന്നു. ഉദയനിധിയെ വധിക്കുന്നവർക്ക് 10 കോടി പ്രതിഫലം പ്രഖ്യാപിച്ചത് UPയിലെ പരമഹംസ ആചാര്യ എന്നൊരു ഹിന്ദുത്വ നേതാവായിരുന്നു. വിജയനെതിരെ 8 വർഷം മുമ്പ് വധഭീഷണി മുഴക്കിയത് RSS നേതാവാണ്. പിണറായിയുടെ തലയെടുക്കുന്നവർക്ക് 1 കോടി നൽകുമെന്ന പ്രഖ്യാപനവും ഉണ്ടായിരുന്നു. UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെതിരെ നിരവധി തവണ വധഭീഷണികൾ ഉണ്ടായി. അങ്ങനെ വധഭീഷണികൾ 2024 നവംബറിൽ ബാബ സിദ്ദിഖി കൊലപാതകവുമായി ബന്ധപ്പെട്ടും അദ്ദേഹത്തിനെതിരെ, അങ്ങനെ പലർക്കുമെതിരെ വധഭീഷണികൾ ഉണ്ടായിരുന്നു. ഇവിടെ പക്ഷേ ഇപ്പോൾ പ്രിന്റു മഹാദേവ് കീഴടങ്ങിയിട്ടുണ്ട്. നിയമ നടപടികൾ ആ നിലക്ക് മുന്നോട്ട് പോകുമായിരിക്കും. ഞാൻ
TV ചർച്ച, ആ പരാമർശം പ്രത്യേകമായിട്ട് പിന്നീട് കണ്ടു. നമ്മുടെ രേണു അവതാരകയായിരിക്കുന്ന ചർച്ചയിലാണ്, MG രേണുക ന്യൂസ് 18 അവതാരകയായിരിക്കുന്ന ചർച്ചയിലാണ് ഈ കാര്യം സംഭവിക്കുന്നത്. ഇതിപ്പോൾ എല്ലാവരും കേൾക്കുമ്പോൾ ഞെട്ടുകയാണ്. ആരും പ്രതീക്ഷിക്കാത്തൊരു പ്രസ്താവനയാണ്. അവിടെ റോണി തോമസ് തോമറ്റോ പറഞ്ഞൊരു നേതാവാണ് കോൺഗ്രസിനെ പ്രതിനിധീകരിച്ചുണ്ടായിരുന്നത്. അദ്ദേഹം അപ്പോൾ തന്നെ പൊട്ടിത്തെറിക്കുന്നുണ്ട്. എന്താണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? വളരെ വളരെ അഗ്രസീവായിട്ട് അദ്ദേഹം വിമർശിക്കുന്നുണ്ട്, എതിർക്കുന്നുണ്ട്. പക്ഷേ ഇതിൽ നിന്ന് പിന്നോട്ട് പോകാൻ ഇയാൾ തയ്യാറായിട്ടില്ല. വലിയ തോതിലുള്ള ചർച്ചകളിലേക്ക് നയിക്കും. അങ്ങേയറ്റം അപലപനീയമായത് എന്ന് കണ്ട് തള്ളിക്കളയേണ്ടതും BJP തന്നെ നടപടിയെടുക്കേണ്ടതുമായൊരു കാര്യം എന്ന് തന്നെയല്ലേ നമ്മൾ കാണേണ്ടത്. തീർച്ചയായും ഇതിന് സമാനമായ ഒരു പ്രസ്താവന ഇതിനു മുമ്പ് രാഹുൽ ഗാന്ധിയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് തന്നെ രാഹുൽ ഗാന്ധിയെ തന്നെ പരാമർശിച്ചുകൊണ്ട് ഉണ്ടായിട്ടുള്ളത് 2024 BJP നേതാവ് ബൽറാം സിംഗ് സോഷ്യൽ മീഡിയ വഴിയാണ് ഇത് പറഞ്ഞത്. ഉത്തർപ്രദേശിലെ നേതാവാണ്. അത് ഈ ഭാരത് ജോഡോ യാത്രയുടെ സാഹചര്യത്തിലാണ് അങ്ങനെ പറഞ്ഞത്. പക്ഷേ അയാൾക്കെതിരെ അന്ന് ഉത്തർപ്രദേശിലെ BJP നടപടി സ്വീകരിച്ചു. അയാളെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. അതാണ് എന്നെ ആശങ്കപ്പെടുത്തുന്ന കാര്യം. അതാണ് ഉത്തർപ്രദേശിലെ BJP ആരുടെ BJP ആണ്? യോഗി ആദിത്യനാഥിന്റെ BJP ആണ്. ആ BJP അവിടെ അയാളെ സസ്പെൻഡ് ചെയ്യുകയാണ് ചെയ്തത് പാർട്ടിയിൽ നിന്ന്. ഇവിടെ പ്രിന്റു മാഷിനെ വിട്ടുതരില്ല എന്ന് പറഞ്ഞിട്ട് BJP-കാർ സമരം നടത്തുകയും പ്രകടനം നടത്തുകയും ചെയ്യുകയാണ്. അത് സത്യമായിട്ടും എന്നെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. കാരണം അത്തരത്തിൽ അപലപനീയമായ ഒരു പ്രസ്താവന നടത്തിയ ഒരാളെ ഒരു തരത്തിലും ഇത്തരം പ്രസ്താവനകൾ നടത്തിക്കൂടാ. ഉത്തരവാദിത്വപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവ് ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള പ്രസ്താവനകളിൽ ഏർപ്പെട്ടുകൂടാ. കാരണം ഇവർക്കിങ്ങനെ പ്രസ്താവന നടത്തിയാൽ മതി. പക്ഷെ ഇതിൻ്റെ ഈ പല തരത്തിലുള്ള ഫ്രിഞ്ച് ഗ്രൂപ്പുകൾ വേറെ നിലനിൽക്കുന്നുണ്ട്. ഈ അംബ്രലയ്ക്ക് കീഴിൽ നിൽക്കുന്ന ഫ്രിഞ്ച് ഗ്രൂപ്പുകൾ, അത് ഏത് പ്രസ്ഥാനത്തിൻ്റെയോ ഏത് പ്രത്യയശാസ്ത്രത്തിൻ്റെയോ ആയിക്കോട്ടെ, അതിന് കീഴിൽ നിൽക്കുന്ന മറ്റ് ചില സംഗതികളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ഡോഗ് വിസിലായിട്ടാണ് എടുക്കുക. അത് നടപ്പാക്കുന്നതിൽ എന്താണ് തെറ്റ് എന്ന മട്ടിലുള്ള ചിന്തയാണ് ഒരു വിഭാഗത്തെ ഇതിന് പ്രേരിപ്പിക്കുക. ലോക ചരിത്രത്തിൽ എടുത്തു നോക്കിയാൽ 100 ഉദാഹരണങ്ങളുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം മഹാത്മാഗാന്ധി മുതൽ നമ്മുടെ രാഷ്ട്രപിതാവിൻ്റെ മരണം മുതൽ രക്തസാക്ഷിത്വം മുതൽ ഇത്തരത്തിലുള്ള ഉദാഹരണങ്ങളായി നമുക്ക് മുന്നിലുണ്ട്. ഇത്തരം ആഹ്വാനങ്ങൾ പല വട്ടം ഉണ്ടാവുകയും ഒരു പ്രത്യേക ഘട്ടത്തിൽ അത് മറ്റൊരു തരത്തിൽ നടപ്പാക്കപ്പെടുകയും ചെയ്യുന്നതിൻ്റെ ഉദാഹരണം നമുക്ക് മുന്നിലുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇത്തരമൊരു പ്രസ്താവന നടത്തിയാൽ തീർച്ചയായും ശക്തമായ നടപടി അത് സർക്കാരും സ്വീകരിക്കേണ്ടതാണ്. അത് ഈ രാഷ്ട്രീയ പാർട്ടി, അതായത് BJP സ്വീകരിക്കേണ്ടതാണ്. ഒരു BJP പ്രവർത്തകൻ്റെ വായിൽ നിന്നാണ് ആ മട്ടിലുള്ള പരാമർശങ്ങൾ വന്നിരിക്കുന്നത്. അയാൾ അതിനെ വ്യാഖ്യാനിക്കുന്നതും ന്യായീകരിക്കുന്നതും ഒക്കെ ഉണ്ടാവാം. കാരണം ഇപ്പോൾ കീഴടങ്ങാൻ വന്നപ്പോൾ തന്നെ പറയുന്നത് സത്യമേവ ജയതേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് എന്തോ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തതുപോലെയാണ് ഈ പോലീസ് സ്റ്റേഷനിലേക്ക് കയറിപ്പോകുന്നത്, കീഴടങ്ങാൻ കയറിപ്പോകുന്നത്. BJP-ക്കുള്ളിൽ ഇയാൾക്ക് വലിയ പിന്തുണ കിട്ടുന്നു എന്നുള്ളതാണ്. വേണ്ട രീതിയിൽ പ്രതികരിച്ചില്ല എന്നുള്ള തരത്തിൽ BJP-യുടെ ഗ്രൂപ്പുകളിലൊക്കെ ചർച്ച നടക്കുന്നുവെന്നും മറ്റ് പാനലിസ്റ്റുകളായൊക്കെ പലപ്പോഴും കണ്ടുവരാറുള്ള പലരും അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് എന്നൊക്കെയുള്ള വാർത്തകൾ വരുന്നുണ്ട്. അപ്പോൾ അത് ശരിയായൊരു രീതിയല്ല BJP-യെ സംബന്ധിച്ചിടത്തോളം. ഇനി മറ്റൊന്ന്, ഉത്തർപ്രദേശിൽ എന്താണ് സർക്കാർ ചെയ്തത്? അയാളെ അറസ്റ്റ് ചെയ്തു. ഇവിടെ ഇപ്പോൾ അയാൾ കീഴടങ്ങി, പക്ഷെ കർശനമായ നടപടിയിലേക്കാണ് അന്ന് ഉത്തർപ്രദേശും. അതിനുശേഷം പ്രത്യേകിച്ചൊന്നും സംഭവിച്ചില്ല എന്നുള്ളത് വേറെ കാര്യം. പക്ഷേ ആ അറസ്റ്റ് എന്ന നടപടിയിലേക്ക് പോയി. ഇതിനൊപ്പം തന്നെ പറയേണ്ട കാര്യമാണ് ഇന്നിപ്പോൾ നിയമസഭയിൽ P. രാജീവ് പറഞ്ഞത്. ഇന്നിപ്പോൾ അടിയന്തര പ്രമേയമായി ഇവിടെ കൊണ്ടുവന്നു ഈ വിഷയം. അത് അടിയന്തര പ്രമേയം അവതരിപ്പിക്കപ്പെടേണ്ടതാണോ എന്നുള്ളതൊക്കെ അത് ഈ സഭയുടെ വിവേചനാധികാരത്തിൽപ്പെടുന്ന കാര്യമാണെങ്കിലും അതൊരു നിസ്സാര കാര്യമാണെന്ന് ഞാൻ കരുതുന്നില്ല. ഞാൻ പറഞ്ഞില്ല, ഞെട്ടിക്കുന്ന കാര്യമാണ്. ഇതിപ്പോൾ ഷംസീർ പറഞ്ഞത്, സ്പീക്കർ പറഞ്ഞതുപോലെ അല്ല എനിക്കതിനെ തോന്നുന്നത്. അത് ഞെട്ടിക്കുന്ന ഒരു വിഷയം തന്നെയാണ്. അതിനോട് വേണ്ട രീതിയിൽ കോൺഗ്രസും പ്രതികരിച്ചില്ല എന്ന P. രാജീവിൻ്റെ പരാമർശവും ശരിയാണ്. കാരണം 3 ദിവസം കഴിഞ്ഞു. ഇവിടെ ഏതെങ്കിലും ഒരു തെരുവിൽ ഒരു പ്രതിഷേധം കണ്ടോ? കോൺഗ്രസിൻ്റെ ശക്തമായൊരു പ്രതിഷേധം കണ്ടോ? ഉണ്ടായില്ല. ഇതിനെ നിസ്സാരവൽക്കരിച്ച് കളയുകയാണ് ചെയ്തത് എല്ലാവരും. ഈ സിസ്റ്റം ആയിക്കോട്ടെ, സർക്കാർ ആയിക്കോട്ടെ, BJP ആയിക്കോട്ടെ, കോൺഗ്രസ് ആയിക്കോട്ടെ, അതിന് വേണ്ട ഗൗരവം കൊടുത്തില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം രാഹുൽ ഗാന്ധിയെ പോലെ ഇന്ന് രാജ്യത്തിൻ്റെ പ്രതിപക്ഷത്തിൻ്റെ ഏറ്റവും ശക്തമായ കുന്തമുനയായി നിൽക്കുന്ന നേതാവിനെ, അത്രയും രാഷ്ട്രീയ പാരമ്പര്യമുള്ള ഒരു നേതാവിനെ ആ രീതിയിൽ കൈകാര്യം ചെയ്ത് കളയും, അത് ഏത് സാഹചര്യത്തിലായാലും എന്ന് ഒരു പരാമർശം ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത് എല്ലാ അർത്ഥത്തിലും അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യാത്തത് ബോധപൂർവമാണ്. ആ പരാമർശം അങ്ങനെ തന്നെ റിപ്പീറ്റ് ചെയ്യാൻ തോന്നുന്നില്ല എനിക്ക്. അതുകൊണ്ടാണ്. അപ്പോൾ ഒരു കാരണവശാലും അത്തരത്തിലുള്ള പരാമർശങ്ങളോ അത്തരത്തിലുള്ള ചിന്തകളോ വെച്ച് വെറുപ്പിക്കാൻ പാടില്ല. അതാണ് എൻ്റെ അതാണ് ഒന്ന്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതും വലുതായിട്ടുള്ളൊരു കാര്യം, രാഹുൽ ഗാന്ധി ആണ് ഈ ഭീഷണിക്ക് അല്ലെങ്കിൽ കൊല വിളിക്ക് എന്താണ് അദ്ദേഹത്തിനെതിരാണ് ഉണ്ടായത് എന്നതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ പിതാവ് വീട്ടിൽ കിടന്ന് വാർദ്ധക്യത്താലല്ല മരിച്ചത്. അദ്ദേഹത്തിൻ്റെ അമ്മൂമ്മ, പിതാവിൻ്റെ അമ്മ വീട്ടിൽ കിടന്ന് വാർദ്ധക്യ സഹജമായ അസുഖങ്ങളാലല്ല മരിച്ചത്. അമ്മൂമ്മക്ക് വെടിയേറ്റാണ് മരിച്ചത്. അച്ഛൻ ബോംബ് പൊട്ടിയാണ് മരിച്ചത്.
ഇന്ത്യൻ ജനതയുടെ മനസ്സിൽ അങ്ങ് സ്ഥിരപ്രതിഷ്ഠ നേടിയിട്ടുള്ള രാഷ്ട്രീയ നേതാക്കൾ, രാഷ്ട്രീയമായിട്ട് എതിർപ്പുകളൊക്കെ ഉണ്ടാകും പല രാഷ്ട്രീയ പക്ഷത്തു നിന്നും, പക്ഷേ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിമാരായിരുന്ന ഏറ്റവും ലവബിളായിട്ടുള്ള ആളുകൾ, ഏറ്റവും കൂടുതൽ സ്നേഹം വാങ്ങിച്ചിട്ടുള്ള ആളുകൾ ഇങ്ങനെ ആളുകൾ അവരെ കൊലപാതകം നടത്തുകയാണ് ചെയ്തതെന്ന് നമ്മൾ ഓർക്കുന്നുണ്ട്. അപ്പോൾ രാഹുൽ ഗാന്ധിയെ പോലെ ഇത്രമാത്രം സ്നേഹിക്കപ്പെടുന്നൊരു മനുഷ്യനെക്കുറിച്ച് ഒരു വാർത്താ മാധ്യമത്തിൻ്റെ വേദിയിലിരുന്നിട്ട് ഇങ്ങനെ ഒരു വർത്തമാനം പറയുക എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവിന് എത്തിച്ചേരാവുന്നതിൽ ഏറ്റവും മോശം സ്ഥലമാണത്. അത് ഞാനവിടെ നേരത്തെ പറയാൻ വിട്ടുപോയ നേതാവ്, കോൺഗ്രസ് നേതാവ്, ഞാനത് കണ്ടപ്പോൾ റോണി കെ ബേബി എന്ന പേരാണ് ഞാൻ എഴുതി വെച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ പേരതാണെന്നാണ്. ഞാനധികം ചർച്ചകളിൽ പരിചയം ഉള്ള ആളല്ല, പക്ഷേ അദ്ദേഹം ആ സമയത്ത് ഇദ്ദേഹം ഇത് പറഞ്ഞ് ഈ വെടിയുണ്ടകൾ വീഴും എന്ന് പറഞ്ഞതും അദ്ദേഹം അഗ്രസീവായിട്ട് പ്രതികരിക്കുന്നുണ്ട്, വളരെ സ്ട്രോങ് ആയിട്ട് പ്രതികരിക്കുന്നുണ്ട്. പക്ഷേ ഹർഷൻ പറഞ്ഞതുപോലെ ആ പ്രതികരണത്തിൻ്റെ ഊർജ്ജസ്വലത, സ്പോണ്ടേനിയസ് ആയിട്ട് വന്ന ആ പ്രതികരണത്തിൻ്റെ ഷാർപ്നെസ് ഒന്നും ഈ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ കാര്യങ്ങളിൽ കണ്ടില്ല. അത് ഈ സമീപകാലത്ത് കോൺഗ്രസ്സിന് വളരെ 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 പതുക്കെയാണ് എല്ലാ പ്രതികരണങ്ങളും. ഗാസയിൽ സമാധാന കരാറുണ്ടാക്കി നെതന്യാഹുവും ഇതും ട്രംപും ഒക്കെ ചേർന്നിട്ട്, അതാണിപ്പോൾ ലോകം ചർച്ച ചെയ്യുന്നത്. 2 ദിവസം കഴിഞ്ഞിട്ട് അവർ ഇന്നോ നാളെയോ എന്ന് തോന്നുന്നു കോൺഗ്രസോടെ പരിപാടി നടത്താൻ പോകുന്നത് നാളെയാണ്. ഞാൻ പറയുന്നത് ഇത്രയും ലോകരാഷ്ട്രങ്ങളിൽ മുഴുവൻ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളുടെ എതിരെതിരെ വന്നപ്പോഴും പ്രധാനപ്പെട്ട തോതിൽ അതിൻ്റെ ഗൗരവം കണ്ടിട്ട് പ്രതികരിക്കാൻ കോൺഗ്രസ് തയ്യാറായിട്ടില്ല എന്നൊരു ഉദാഹരണമായിട്ടാണ് ഞാനത് പറഞ്ഞത്. അതുപോലെ ഇത്തരം ഈ പ്രശ്നത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കിയിട്ട് വന്ന് പ്രതികരിക്കാൻ ഇവർ തയ്യാറായില്ല എന്നുള്ളതാണ് കോൺഗ്രസിനെതിരായിട്ട് എനിക്കുള്ള വിമർശം. എനിക്ക് ഇടതുപക്ഷത്തിനെതിരായിട്ട്, സർക്കാരിനെതിരായിട്ട് നല്ല വിമർശനമുണ്ട്. ഈ അറസ്റ്റൊക്കെ ഉണ്ടായെങ്കിലും സഭയിൽ ഏതെങ്കിലും തരത്തിൽ ഇങ്ങനെ സ്പീക്കർ അതിനെ കുറച്ച് കണ്ടത് ശരിയായില്ല എന്ന അഭിപ്രായം എനിക്കും തോന്നി. പക്ഷേ അത് അടിയന്തര പ്രമേയത്തിന് അനുമതി കൊടുത്താൽ അതേക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഇത്രയും നാൾ അടിയന്തര പ്രമേയത്തിന് വാരിക്കോരി സമ്മതിക്കുകയായിരുന്നു. പക്ഷേ ഇത് കൊടുത്താൽ രാഹുൽ ഗാന്ധിയെക്കുറിച്ചുള്ള മഹത്വചനങ്ങളാണല്ലോ അവിടെ എല്ലാവരും പറയേണ്ടി വരിക. അതുകൊണ്ട് രാഷ്ട്രീയമായിട്ടത് വേണ്ട എന്ന് തീരുമാനിച്ചതായിരിക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ശരിയായില്ല എന്നൊരു തോന്നൽ എനിക്കുണ്ട്. അങ്ങനെയല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ അതിനെ നിയമസഭയ്ക്കകത്ത് നിശ്ചയമായിട്ട് തള്ളിക്കളയേണ്ടതായിരുന്നു. കാരണം സമീപകാലത്ത് കേരളം കണ്ട അങ്ങേയറ്റം നിന്ദ്യമായിട്ടുള്ള ഒരു പ്രസ്താവന ഒരു പൊതുവേദിയിലാണ്, രാഷ്ട്രീയ ചർച്ചയിലാണ് നടന്നത് എന്നത് വലിയ പ്രശ്നമാണ്. ഇതിനു മുമ്പ് ഈ കശ്മീരിൽ കുട്ടികളുടെ കഴുത്തിൽ ടയർ കത്തിക്കണം എന്ന് പറഞ്ഞ ഒരു നേതാവാണ് അദ്ദേഹം. പിന്നീട് ആ രാഷ്ട്രീയമൊക്കെ വിട്ടു, എങ്കിലും അത് അഗ്രസീവായിട്ട് ഇപ്പോഴും നമ്മുടെ മനസ്സിൽ കിടക്കുക. അത് പിന്നെ ഫേസ്ബുക്ക് പോസ്റ്റായിരുന്നു. അന്ന് ആ പറയുന്ന കാലത്ത് ഇപ്പോഴുള്ളത്രക്ക് പ്രാധാന്യം ആ നേതാവിന് ഉണ്ടായിരുന്നില്ല എന്നതൊക്കെ ഒരു കാര്യമായിട്ടുണ്ട്. ഇതുപോലൊന്ന് നമ്മൾ സമീപകാലത്തൊന്നും കണ്ടിട്ടില്ല എന്നത് വസ്തുതയാണ്. BJP ആ നിലക്ക് നടപടിയെടുക്കേണ്ടതാണ്. BJP അനുകൂലമായിട്ട് നിൽക്കാത്തതിൻ്റെ കാരണം എനിക്ക് തോന്നുന്നത് പ്രധാനമന്ത്രിയുടെ അമ്മയെക്കുറിച്ചുള്ള എന്തോ ഒരു സാധാരണഗതിയിലുള്ള പരാമർശം, വീഡിയോ ഒക്കെ വന്നതിൽ പോലും പ്രകോപിതരായിട്ട് അയ്യോ ഞങ്ങളെ ആകെപ്പാടെ ആക്രമിക്കുന്നേ എന്ന് പറഞ്ഞ് ഓവറായിട്ട് പ്രതികരിക്കുന്നു എന്ന് കോൺഗ്രസ്സുകാർക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റും വിധം പ്രതികരിച്ചുകൊണ്ടിരിക്കുന്ന BJPക്ക് ഇപ്പോൾ ഇത്രയും നിന്ദ്യമായിട്ടുള്ളൊരു പ്രസ്താവന വന്നാൽ അതിനൊപ്പം നിൽക്കുക ഈ തെരഞ്ഞെടുപ്പിലേക്കൊക്കെ പോകുന്ന സമയത്ത് ഒട്ടും എളുപ്പമായിരിക്കില്ല എന്നതാണ് എനിക്ക് തോന്നുന്നത്. രണ്ടാമത്തേത്, മഹാത്മാഗാന്ധിയെ വെടിവെച്ച ഇതിനെ ഓർമ്മിപ്പിക്കും വിധം മഹാത്മാഗാന്ധിയുടെ കട്ടൗട്ട് ഉണ്ടാക്കിയിട്ട് വെടിവെക്കുന്ന BJP നേതാക്കളല്ല, ഹിന്ദുത്വ നേതാക്കളുള്ള സ്ഥലമാണ്. അതുകൊണ്ട് ഇതിനെ അനുകൂലിക്കാനും അവരുടെ രാഷ്ട്രീയ പക്ഷത്ത് ആളുകളുണ്ടാകും എന്നത് നമ്മൾ കാണുന്നുണ്ട് എന്നേ ഉള്ളൂ. എന്തായാലും കേരളം അങ്ങേയറ്റം രൂക്ഷമായിട്ട് തള്ളിക്കളയേണ്ടുന്നൊരു കാര്യമാണിത്. മൈക്ക് കിട്ടുമ്പോൾ എന്തും വിളിച്ചു പറയുക. 10-20 കൊല്ലം മുമ്പ് വരെ ഇത്തരം വാവിട്ട വാക്കുകൾ പറഞ്ഞാൽ അധികമാരും അറിയില്ലായിരുന്നു, വേണമെങ്കിൽ പിന്നീട് നിഷേധിക്കാമായിരുന്നു. ദൃശ്യമാധ്യമങ്ങളുടെയും പിന്നെ സാമൂഹ്യ മാധ്യമങ്ങളുടെയും വരവോടെ അക്കാലം തീർന്നു. വായിൽ നിന്ന് വീഴുന്ന ഓരോ വാക്കും വാചകവും ഡിജിറ്റലൈസ് ചെയ്യുന്ന കാലമാണ്. രാഷ്ട്രീയ ശരിതെറ്റുകൾ നിരന്തരം ഓഡിറ്റ് ചെയ്യപ്പെടും. രാജ്യം ഭരിക്കുന്ന കക്ഷിയുടെ സംസ്ഥാന വക്താവ് എന്ന പദവി വഹിക്കുന്നയാളാണ് പ്രിൻഡു മഹാദേവ്. അറിയാതെ വായിൽ നിന്ന് വീണുപോയതെങ്കിലും ഉത്തരവാദപ്പെട്ടൊരു നേതാവിൻ്റെ മനസ്സിൽ ഈ വിധം വെറുപ്പും വയലൻസുമാണ് എന്നത് ദൗർഭാഗ്യകരമാണ്. രാഹുൽ ഗാന്ധിയെ രാഷ്ട്രീയമായി വിമർശിക്കാൻ എല്ലാവരെയും പോലെ പ്രിൻഡുവിനും അവകാശമുണ്ട്. എന്നാൽ ഈ കൊലവിളി അനുചിതവും അക്രമാസക്തവും തരംതാണതുമാണ്. ഈ ശൈലിയല്ല കേരളത്തിൻ്റേത് എന്ന് BJP തന്നെ പ്രിൻഡുവിനെ പറഞ്ഞ് തിരുത്തട്ടെ. അദ്ദേഹം സ്വയം ആ വാക്കുകൾ പിൻവലിക്കുകയും മാപ്പ് പറയുകയും ചെയ്യട്ടെ. നിയമ നടപടികൾ തുടരട്ടെ. ഈ ഹീനമായ പരാമർശത്തിനെതിരെ BJPയും സംഘടനാ നടപടിയെടുക്കുമെന്ന് RDX പ്രത്യാശിക്കുന്നു. അടുത്ത വിഷയത്തിലേക്ക്